നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കരുവന്നൂരിൽ കൂടുതൽ ആളുകളുടെ സഹകരണം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഓരോന്നായി ഇപ്പോൾ പുറത്തു വരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ മന്ത്രി പി രാജീവിനെതിരെ നിർണായക വെളിപ്പെടുത്തലുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗത്ത് വരികയാണ്. നിയമവിരുദ്ധ വായ്പകൾ അനുവദിക്കാൻ രാജീവിന്റെ സമ്മർദ്ദമുണ്ടായെന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഇഡി. കരുവന്നൂർ ബാങ്ക് മുൻ സെക്രട്ടറി സുനിൽ കുമാറാണ് മൊഴി നൽകിയത്. CPM എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ രാജീവ് സമ്മർദ്ദം ചെലുത്തിയെന്നാണ് മൊഴി. CPM നേതാക്കളായ AC മൊയ്തീൻ, പാലുളി മുഹമ്മദ് കുട്ടി എന്നിവർക്കെതിരെ പരാമർശങ്ങളുണ്ട്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പങ്കുള്ളയാൾ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഈ ഹർജിയിൽ ഹൈക്കോടതി ഇഡിയോട് വിശദീകരണം തേടി. ഇതിന്റെ അടിസ്ഥാനത്തിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് പി രാജീവ് അടക്കമുള്ളവർക്കെതിരെ ഇഡി ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത്. നിയമവിരുദ്ധ വായ്പകൾ അനുവദിക്കാൻ വലിയ സമ്മർദ്ദമുണ്ടായി. CPMന്റെ പ്രാദേശിക നേതാക്കൾ മുതൽ ജില്ലാ നേതാക്കൾ വരെയുള്ളവരിൽ നിന്നാണ് സമ്മർദ്ദമുണ്ടായത്. ഈ കൂട്ടത്തിലാണ് പി രാജീവിന്റെ പേരുള്ളത്. പി രാജീവ്, AC മൊയ്തീൻ അടക്കമുള്ളവരുടെ സമ്മർദ്ദത്തിന്റെ ഫലമായി നിയമവിരുദ്ധ വായ്പകൾ അനുവദിച്ചുവെന്നും ഇഡി പറയുന്നു. വിവിധ CPM ഏരിയ ലോക്കൽ കമ്മിറ്റികളുടെ പേരിൽ നിരവധി രഹസ്യ അക്കൗണ്ടുകളാണ് കരുവന്നൂരിൽ ഉണ്ടാക്കിയത്. പാർട്ടി കെട്ടിട ഫണ്ട് അക്കൗണ്ട്, ഏരിയ കോൺഫറൻസ്, സുവനീർ അക്കൗണ്ട്, പാർട്ടി ഫണ്ട്, തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്നീ പേരുകളിൽ പോലും തട്ടിപ്പ് നടത്തി രഹസ്യ അക്കൗണ്ടുകളിലൂടെ CPM പണം നിക്ഷേപിച്ചുവെന്നും ഇഡിയുടെ സത്യവാങ്മൂലത്തിൽ പറയുന്നു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇഡിയുടെ കൈവശമുള്ള രേഖകൾ ക്രൈംബ്രാഞ്ചിന് നൽകില്ല. ഇഡിയുടെ കൈവശമുള്ള രേഖകൾ ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് നൽകിയ അപേക്ഷയാണ് കലൂർ PML കോടതി തള്ളിയത്. അന്വേഷണ വിവരങ്ങളും പിടിച്ചെടുത്ത രേഖകളും മറ്റൊരു ഏജൻസിക്ക് കൈമാറാനാകില്ലെന്ന ഇഡിയുടെ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. അതേസമയം കേസിലെ മുഖ്യപ്രതി PP കിരണിനെതിരെ വീണ്ടും കേസെടുത്തു. 3.5 കോടി രൂപ തട്ടിയെന്ന് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ പരാതിയിലാണ് കേസ്. കരുവന്നൂരിൽ തട്ടിപ്പിന് ഇരയായവർക്ക് പണം നൽകാനുള്ള ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ കൂടുതൽ പണം എത്തിക്കാൻ സർക്കാരിന്റെ വളഞ്ഞ വഴി. സഹകരണ വകുപ്പിന് കീഴിലുള്ള കേരള ബാങ്ക്, ബാങ്കുകൾ, സഹകരണ സംഘങ്ങൾ, അർബൻ സൊസൈറ്റികൾ എന്നിവയിലെ സ്ഥിരം നിക്ഷേപങ്ങൾക്ക് നൽകുന്ന പലിശ കുത്തനെ കൂട്ടുകയാണ് ചെയ്തത്. 9% വരെ പലിശ നൽകാനാണ് സഹകരണ സംഘം രജിസ്ട്രാറുടെ ഉത്തരവ്. ഇതുവരെ പരമാവധി 8.25% പലിശ വരെയാണ് സംഘങ്ങൾ നിക്ഷേപകർക്ക് നൽകിയിരുന്നത്. മുതിർന്ന പൗരന്മാർക്ക് 9.50% പലിശ ലഭിക്കും. പലിശ കുത്തനെ വർദ്ധിപ്പിച്ചതോടെ ഇതര ബാങ്കുകളിലും RBIയുടെ നിയന്ത്രണത്തിലുള്ള അർബൻ ബാങ്കുകളിലുമുള്ള നിക്ഷേപങ്ങൾ കൂടുതൽ പേരും പിൻവലിച്ച് കേരള ബാങ്കിലും ഇതര വകുപ്പിന്റെ കീഴിലുള്ള ഇതര ബാങ്കുകളിലും സൊസൈറ്റികളിലും നിക്ഷേപിക്കുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ.